എല്ലാവർക്കും നമസ്കാരം. വെറും ഒരൊറ്റ വാചകം കൊണ്ട് ഒരു നേതാവിന്റെ ഉള്ളിലിരിപ്പ് മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അയാളുടെ തന്ത്രങ്ങൾ, അഹംഭാവം, എന്തിന് ഉള്ളിലെ പേടി പോലും. ഭഗവത്ഗീതയിലെ അങ്ങനെയൊരു വാക്യത്തിന്റെ ഉള്ളറകളിലേക്കാണ് നമ്മൾ ഇന്ന് ഇറങ്ങിച്ചെല്ലുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം. ഒരു യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടുമുൻപ് ഒരു നേതാവിന്റെ മനസ്സിനെ കീറിമുറിച്ച് പരിശോധിക്കുന്നത് പോലെയാണിത്. നമുക്ക് നോക്കാം വാക്കുകൾക്കിടയിൽ എന്തൊക്കെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന്. ഇതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ആ വാചകം. ദുര്യോധനൻ തന്റെ ഗുരുവായ ദ്രോണാചാര്യരോട് പറയുന്ന വാക്കുകളാണിത്. ഒറ്റനോട്ടത്തിൽ സാധാരണ ഒരു സംഭാഷണം, പക്ഷെ ഇതിലെ ഓരോ വാക്കും ശ്രദ്ധിച്ചു കേൾക്കണം. കാരണം ഇതിലാണ് എല്ലാം ഒളിഞ്ഞിരിക്കുന്നത്. ശരി, നമുക്ക് തുടങ്ങാം. ഈ സംഭാഷണത്തിൽ ദുര്യോധനൻ നടത്തുന്ന ഒരു വലിയ മലക്കം മറിച്ചിലുണ്ട്. അത് കാണിച്ചു തരുന്ന ഒരൊറ്റ വാക്കിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നിങ്ങൾ ഓർക്കണം, തൊട്ടു മുൻപത്തെ ശ്ലോകങ്ങളില് ശത്രുക്കളുടെ സൈന്യത്തെക്കുറിച്ച് വലിയ ആശങ്കയോടെയാണ് ദുര്യോധനൻ സംസാരിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് ഈ ഒരൊറ്റ വാക്കുപയോഗിച്ച് അയാൾ സംഭാഷണത്തിന്റെ ഗതി തന്നെ മാറ്റുകയാണ്. കണ്ടോ, ഈ തൂ എന്ന വാക്ക് വെറുമൊരു വാക്കല്ല, അതൊരു തന്ത്രപരമായ നീക്കമാണ്. ദുര്യോധനൻ പറയാണ്, അതെ ശരിയാണ്, അവരുടെ സൈന്യം വലുതാണ്, പക്ഷേ ഇനി എന്റെ സൈന്യത്തിന്റെ കാര്യം കേട്ടോളൂ. ആ പക്ഷേ എന്ന വാക്കിലാണ് സംഭാഷണത്തിന്റെ നിയന്ത്രണം അയാൾ തിരിച്ചുപിടിക്കുന്നത്. ഒരു ഒന്നൊന്നര സൈക്കോളജിക്കൽ മൂവ്. ഇനി അടുത്ത സൂചനയിലേക്ക് പോകാം. ഇത് കുറച്ചുകൂടി രസകരമാണ്. സ്വന്തം ഗുരുവിനോട് ദുര്യോധനൻ എങ്ങനെയാണ് അധികാരം കാണിക്കുന്നതെന്ന് നോക്കൂ. വളരെ സൂക്ഷ്മമായിട്ടാണ് അയാൾ അത് ചെയ്യുന്നത്. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ആരോടാണിത് പറയുന്നത്? സ്വന്തം ഗുരുവിനോട്, ആചാര്യനോട്. ഇതൊന്ന് ശ്രദ്ധിക്കൂ എന്നല്ല, ശ്രദ്ധിക്കൂ എന്ന്. അതൊരു അപേക്ഷയല്ല, അതൊരു കൽപ്പനയുടെ സ്വരമാണ്. സാധാരണഗതിയിൽ ഒരു ശിഷ്യൻ ഗുരുവിനോട് ഇങ്ങനെ സംസാരിക്കില്ല. അപ്പോ അതാണ് ആ ട്രാപ്പ്. ആദ്യം ഒരു കടുപ്പമുള്ള വാക്ക് പറയുന്നു, നിബോധ. എന്നിട്ട് പെട്ടെന്ന് അതിനെ മയപ്പെടുത്താനായി അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ എന്ന് പുകഴ്ത്തുന്നു. അതായത് ഒരു വശത്ത് ആജ്ഞാപിക്കുന്നു, മറുവശത്ത് പുകഴ്ത്തി കൂടെ നിർത്തുന്നു. ഇതൊരു ഒന്നാന്തരം മാനിപ്പുലേഷനാണ്. ഇനി നമ്മൾ വരുന്നത് ഒരു പക്ഷേ ഏറ്റവും വലിയ വെളിപ്പെടുത്തലിലേക്കാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരും കാണാതെ പോകുന്ന, എന്നാൽ മനസ്സിന്റെ ഉള്ളറകൾ തുറന്നു കാട്ടുന്ന ഒരു ചെറിയ വാക്കുമാറ്റം. ദേ, ഇതാണ് ആ മാറ്റം. തൊട്ടു മുൻപ് ശത്രുസൈന്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അസ്മാകം, അതായത് നമ്മുടെ എന്നാണ് പറഞ്ഞത്. എന്നാൽ സ്വന്തം സൈന്യത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ അത് മമ, അതായത് എന്റെ എന്നായി മാറി. ആ ഒരു നിമിഷത്തിൽ ഈ യുദ്ധം കൗരവരുടെയല്ല, രാജ്യത്തിൻ്റെതുമല്ല, അത് പൂർണ്ണമായും എന്റെ യുദ്ധമാണെന്ന് ദുര്യോധനൻ അറിയാതെ പറഞ്ഞു പോവുകയാണ്. ഈ എല്ലാം എന്റേതാണ്, എന്റെ സൈന്യം, എന്റെ രാജ്യം, എന്റെ അധികാരം എന്ന ചിന്തയുണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ ഗീതയനുസരിച്ച് അധർമ്മത്തിന്റെ കാതൽ. സ്വാർത്ഥതയിൽ നിന്ന് തുടങ്ങുന്ന ഈ മനോഭാവമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ശരി, അപ്പൊ നമ്മൾ കണ്ടെത്തി ഈ തുണ്ടുകളെല്ലാം ഒന്ന് ചേർത്ത് വെച്ച് നോക്കിയാലോ? അപ്പോ ദുര്യോധനൻ എന്ന നേതാവിന്റെ മനസ്സ് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി കാണാൻ പറ്റും. ഈ വ്യത്യാസം കണ്ടോ? ശത്രുക്കളെ കുറിച്ച് പറയുമ്പോൾ അയാളുടെ വാക്കുകളിൽ ഒരു തരം ബഹുമാനവും പേടിയുമുണ്ട്. എന്നാൽ സ്വന്തം സൈന്യത്തെക്കുറിച്ച് പറയുമ്പോഴോ വീമ്പിളക്കലും ഉടമസ്ഥതാബോധവും. തന്റെ വിശിഷ്ടരായ നേതാക്കന്മാരെക്കുറിച്ച് എടുത്തു പറയേണ്ടി വരുന്നത് എന്തിനാണ്? കാരണം ശത്രുവിന്റെ ശക്തി അയാളെ അത്രയധികം അലട്ടുന്നുണ്ട്. ഉള്ളിലെ പേടി മറച്ചുവെക്കാനുള്ളൊരു ശ്രമമാണിത്. അപ്പോൾ ഈ ഒരൊറ്റ വാചകം വെച്ച് ദുര്യോധനൻ എന്ന നേതാവിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റി? നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഒരൊറ്റ ശ്ലോകം മതിയായിരുന്നു. തന്ത്രശാലിയാണ്, കൗശലക്കാരനാണ്, അങ്ങേയറ്റം അഹംഭാവിയാണ്, പക്ഷെ ഇതിനെല്ലാം താഴെ അയാൾ ഒരു അരക്ഷിതനാണ്. ഈ ഒരു സമ്പൂർണമായ ചിത്രം നമുക്ക് ആ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നു. അതുകൊണ്ടാണ് ഈ വിശകലനം ഇത്രയും പ്രധാനപ്പെട്ടതാകുന്നത്. ഇത് ദുര്യോധനൻ എന്ന കഥാപാത്രത്തെക്കുറിച്ചുള്ള ഒരു പഠനം മാത്രമല്ല, സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ ഒരു മനസ്സ് എങ്ങനെയാണ് ചിന്തിക്കുക, എങ്ങനെയാണ് സംസാരിക്കുക എന്നതിന്റെ ഒരു തുറന്നു കാണിക്കലാണ്. ഗീതയിലെ വലിയ തത്വചിന്തകൾ തുടങ്ങുന്നത് ഈ ഒരു അടിത്തറയിൽ നിന്നാണ്. അപ്പോൾ അഹംഭാവത്തിന്റെ, സ്വാർത്ഥതയുടെ ശബ്ദം എങ്ങനെയിരിക്കുമെന്ന് നമ്മൾ കേട്ടു. എന്റെ ചോദ്യം ഇതാണ്, ഇതിനൊരു ബദലുണ്ടോ? അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ ആ ശബ്ദം എങ്ങനെയായിരിക്കും? ഈ ഒരു ചിന്തയുണ്ടല്ലോ, അത് നമ്മളെ ഗീതയുടെ വിശാലമായ ലോകത്തേക്ക് കൊണ്ടുപോകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.